കനത്ത മഴയ്ക്ക് ശമനമുണ്ടായെങ്കിലും തൃശൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ ആശങ്ക വിട്ടൊഴിയുന്നില്ല. മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യത നിലനിൽക്കുന്ന വിവിധ സ്ഥലങ്ങളിൽ ജാഗ്രത തുടരണമെന്നാണ് മുന്നറിയിപ്പ്. എന്നാൽ ഈ മുന്നറിയിപ്പുകൾക്കപ്പുറം ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന ആക്ഷേപവും ജില്ലയിൽ ശക്തമാവുകയാണ്. വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് കീഴിലെ അകമല മരുത്താംകുന്ന്, കുറാഞ്ചേരി, ചേലക്കരയിലെ പാഞ്ഞാൾ പഞ്ചായത്തിലെ ഒലിപ്പാറക്കുന്ന് എന്നിവിടങ്ങളിലാണ് മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും സാധ്യതയുണ്ടെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിരുന്നത്. സുരക്ഷാ നടപടികൾ മുൻനിർത്തി അകമല മരുത്താംകുന്നിൽ നിന്നും 82 കുടുംബങ്ങളെയും പാഞ്ഞാൾ ഒലിപ്പാറക്കുന്നിൽ നിന്നും 42 കുടുംബങ്ങളെയും മാറ്റി താമസിപ്പിച്ചു. മരുത്താംകുന്നിലെ 22 കുടുംബങ്ങൾ ക്യാമ്പുകളിൽ തുടരണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ ജാഗ്രത തുടരണമെന്ന നിർദ്ദേശത്തിനപ്പുറം മറ്റു കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ വിവരം ലഭിക്കാത്തതാണ് പ്രദേശവാസികൾക്ക് ആശങ്കയുണ്ടാക്കുന്നത്. നിർഭാഗ്യവശാൽ സംസ്ഥാന സർക്കാരും ദുരന്ത നിവാരണ അതോറിറ്റി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരും ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന തൃശ്ശൂർ ജില്ലയിലെ റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ഉൾപ്പെടെ നിരുത്തരവാദപരമായ സമീപനമാണ് ഇതിൽ കാഴ്ചവെക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ശതമാനം പോലും അതിലാർക്കും കുറ്റപ്പെടുത്താൻ സാധിക്കില്ല. വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുമെന്ന് മുൻകൂട്ടി അറിയാൻ സാധിക്കുമ്പോൾ കൃത്യമായ രീതിയിൽ അതിൻ്റെ പ്രിക്കോഷൻസ് എടുക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കണം. അത് സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ തയ്യാറല്ല എന്ന് പറയുന്നത് പോലെയാണ് ബന്ധപ്പെട്ടവർ ശ്രമിക്കുന്നതെന്നുള്ളത് കൂടെ നമുക്കിവിടെ കാണാൻ സാധിക്കും. മഴ ശക്തമായിരുന്ന സമയത്ത് അപകട സാധ്യതയുള്ള 3 പ്രദേശങ്ങളിൽ നിന്നും ആളുകളെ മാറ്റി താമസിപ്പിച്ചെങ്കിലും മഴയ്ക്ക് ശമനമായതോടെ ഇവർക്ക് വീടുകളിലേക്ക് മടങ്ങിയെത്താമെന്നും അറിയിപ്പ് നൽകി. പക്ഷേ മുന്നറിയിപ്പുകൾ നൽകുന്നതൊഴിച്ചാൽ മറ്റു കാര്യമായ നടപടികളില്ല. കാലവർഷം ഇനിയും ശക്തമാകുമെന്ന ആശങ്കകൾ നിലനിൽക്കെ മുന്നറിയിപ്പുകൾക്ക് പകരം ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനുള്ള പദ്ധതികൾ വേണമെന്നാണ് ആവശ്യമുയരുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കാനാവുന്ന നടപടികൾക്ക് പരിമിതിയുണ്ട്. ഇക്കാര്യം മുൻനിർത്തി ശാശ്വത പരിഹാരമാർഗങ്ങൾ വേണമെന്നാണ് ജനങ്ങളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ആവശ്യങ്ങളായി മുന്നോട്ട് വെക്കുന്നത്. ന്യൂസ് മലയാളം, തൃശൂർ.